കാരണം യോഗയെപ്പറ്റി ഒത്തിരി ആൾക്കാർക്ക് പല പല ധാരണകളുണ്ട്. ആ ധാരണകളിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തമാണ് യോഗയുടെ ചില ഫോം മാത്രമേ. കുരുടൻ ആനയെ കണ്ടുപോലെയാണ് ആൾക്കാർ യോഗയെപ്പറ്റി പറയുന്നത് സാധാരണഗതിയിൽ. അധികം ആൾക്കാരും സാധാരണ യോഗാസനം, ഒരു യോഗയുടെ യോഗയ്ക്ക് 8 ലിംബ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 8 കാലുകൾ. 8 കാലുകൾ ഉള്ളതിൽ ഒന്ന് മാത്രമാണ് യോഗാസനം എന്നുള്ളത്. അത് ശരീരത്തിൻ്റെ ആരോഗ്യം, ശരീരം നന്നായി സൂക്ഷിക്കുന്നതിന് വേണ്ടി, ശരീരം ആരോഗ്യത്തോടുകൂടി നിലനിർത്തുന്നതിന് വേണ്ടി പരിശീലിക്കുന്ന ചില വ്യായാമങ്ങൾ. യോഗ എന്നയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുക, മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളിൽ നിന്നും മനസ്സിനെ വിമുക്തമാക്കുക. അതാണ് ശരിക്കും യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്കൃതത്തിലാണ് യോഗയുടെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ചിത്തവൃത്തി നിരോധ യോഗ എന്നുള്ളതാണ്. ചിത്തവൃത്തിയും മനസ്സിൻ്റെ ഫ്ലക്ച്വേഷൻസ്, നമ്മളുടെ ചഞ്ചാട്ടങ്ങൾ നിരോധിക്കുന്ന അവസ്ഥയാണ് ശരിക്കും യോഗ. അപ്പോൾ യോഗയുടെ ഉദ്ദേശം ദൈവത്തിലേക്ക് ഏറ്റവും അടുത്ത്, ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് എത്തുക എന്നുള്ളതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗയ്ക്ക് മതമില്ല. അപ്പം സാധാരണ ചിലർക്കെല്ലാം ധാരണയുണ്ട് ഇത് ഹിന്ദുക്കളുടെ ആയിരുന്നു. ശരിക്കും യോഗയ്ക്ക് മതമില്ല. യോഗ പറയുന്നത് ഗോയിങ് ടു ദ ഹയസ്റ്റ് പവർ ഇൻ ദ യൂണിവേഴ്സ്. അപ്പോൾ അത് എത്തിസ്റ്റിന് പോലും യോജിക്കാവുന്ന രൂപത്തിലുള്ള ഒരു ഡെഫിനേഷനാണ് അവർ യോഗയ്ക്ക് കൊടുക്കുന്നത്. റിലിജിയൻ പ്രശ്നമല്ല. ഏത് റിലിജിയാണെങ്കിലും ദൈവത്തെ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഒരു ഹയർ പവറിന് വിശ്വസിക്കണം. ആ വിശ്വാസം ഇല്ലാത്തവർക്ക് യോഗ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. യോഗയുടെ തുടക്കം തന്നെ നമ്മളുടെ 10 കൽപ്പനകൾ പോലെ ഏതാനും കൽപ്പനകളുമായിട്ടാണ് യോഗയുടെ ആദ്യത്തെ 2 സ്റ്റെപ്സ്. യമ, നിയമ എന്നാണ് ആദ്യത്തെ 2 പങ്ക് പറയുന്നത്. യമ എന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മളുടെ ലോകത്തോട് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. അത് ഇങ്ങനെ കൊല്ലരുത്, മോഷ്ടിക്കരുത്, അങ്ങനെയുള്ള കൽപ്പനകളാണ്. അതുപോലെ തന്നെ അടുത്തത് നിയമം എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ശരീരം ഏറ്റവും ശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടി പാലിക്കേണ്ട കാര്യങ്ങളാണ് നിയമം. 3ാമത്തെ സ്റ്റെപ്പാണ് ആസന. ആസന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തെ ഏറ്റവും ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കുക. 4ാമത്തെ സ്റ്റെപ്പ് പ്രാണായാമം. ഇവിടെ നമ്മുടെ സമയപ്രദേശത്തെ എല്ലാവരും യോഗ എന്ന് പറഞ്ഞാൽ മിക്കവാറും മീനങ്ങാടിയിലാണ് അധികം ആൾക്കാരും യോഗയ്ക്ക് പോകുന്നത്. അവർ ചെയ്യുന്ന ഇത് പ്രാണായാമം മാത്രമാണ് സാധാരണ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് യോഗ എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള അധികം ആൾക്കാരും ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പം അത് ശരിക്കും 4ാമത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് സാധാരണ യോഗയിൽ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകൾ സീരിയസ് ആയിട്ട് യോഗ ഇത് രണ്ടും അഭ്യസിച്ച് ഇത് മുന്നോട്ട് അതിന് ശേഷം നോക്കാൻ പറ്റിയ സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പുകൾക്ക് എല്ലാം അപ്പോൾ ഇത് ചെയ്യാനുള്ള പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ എന്ത് കാര്യത്തിനും ഇപ്പം കുർബാന കാണാൻ പോയിരുന്നു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകൾ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പം അതുപോലെ എല്ലാ മനുഷ്യരുടെയും കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു 6 സെക്കൻഡിന് ഒരു ചിന്ത വെച്ച് മനുഷ്യൻ്റെ മനസ്സിൽ വരുന്നു ആണെന്ന് പറയുന്നത്. ഈ ചിന്തകളാണ് ദൈവത്തിലേക്ക് അടുക്കുന്നതിന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത്. കാരണം ഈ ചിന്തകൾ നമ്മളുമായി പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും സുഖങ്ങളും ഇതെല്ലാം ഈ ചിന്തകളിൽ വരാം. അപ്പോൾ ഈ ചിന്തകളിൽ നിന്ന് എല്ലാം വിട്ട് നമ്മളെ മനസ്സിനെ ശാന്തമാക്കുക, അതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ ഞാൻ ഈ യോഗ തെറാപ്പിയുടെ കാര്യം പറഞ്ഞു. ഈ യോഗാസനം നമ്മൾ ചെയ്യുന്നത്, യോഗാസനം ചെയ്യുന്നത് ഇത് ശരീരം നന്നായി സൂക്ഷിക്കുന്നതിനാണ്, ആരോഗ്യത്തോടുകൂടി സൂക്ഷിക്കുന്നതിനാണ്. യോഗ തെറാപ്പി എന്ന് പറയുന്നത് യോഗ ഉപയോഗിച്ച് നമ്മളുടെ ആരോഗ്യം, ഒരു ഹെൽത്തി ലിവിങ്, ആരോഗ്യപരമായി എങ്ങനെ ജീവിക്കാം എന്ന്. തെറാപ്പിക്ക് തന്നെ 4 പാർട്ടുണ്ട്. ആ 4 പാർട്ട്: ആഹാരം, ആഹാർ, വിഹാർ, ആചാർ, വിചാർ. ഹിന്ദിയിലാണ്. പിന്നെ ആഹാരം, പിന്നെ വിഹാർ എന്ന് ഉദ്ദേശിക്കുന്നത് റിക്രിയേഷൻ, നമ്മൾ ഉല്ലാസത്തിന് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ ഹോബി എന്തെങ്കിലും ഏതെങ്കിലും ഗെയിംസ് കളിക്കുന്ന ഇതെല്ലാം ഇത് വിഹാറിൽ ഉൾപ്പെടുന്നു. ദെൻ ആചാർ നമ്മൾ ദിനചര്യകൾ, ആചാർ. അപ്പോൾ ആചാറിൻ്റെ ഒരു പാട്ട് മാത്രമാണ് യോഗാസനം. ആസനം ചെയ്യുന്നതും ആചാറിൻ്റെ ഒരു പാട്ടാണ്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, നമ്മൾ ശുചിത്വത്തിന് വേണ്ടി ഇത് കുളിക്കുന്നു, അതുപോലെ തന്നെ ദിനചര്യകൾ, ഇതെല്ലാം ആചാറിലെ ഒരു ഭാഗമാണ്. ഏറ്റവും അവസാനമായിട്ടുള്ള ഭാഗമാണ് വിചാർ, ചിന്തകൾ. നമ്മുടെ ചിന്തകളും നമ്മുടെ ആരോഗ്യത്തെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ശുദ്ധമായ മനസ്സും നല്ല ചിന്തകളും മനസ്സിലുണ്ടാവുകയാണെങ്കിൽ ആരോഗ്യത്തെ അത് വളരെ പോസിറ്റീവായിട്ട്, വളരെ നന്നായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം നമുക്ക് തോന്നുന്നു വേറെ ഉള്ളതായിരിക്കും, പക്ഷേ ബാധിക്കുന്നത് നമ്മളെയാണ്. അതാണ് യോഗ പറയുന്നത്. അപ്പം നമുക്ക് ആരോടാണെങ്കിലും ശത്രുവിനോട് പോലും ദേഷ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിണതഫലം നമ്മളായിരിക്കും അനുഭവിക്കുക. അപ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല. അതാണ് യോഗയുടെ വിചാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയ. അതാണ് ആരംഭമായിട്ട് ചെയ്യുന്ന ചില എക്സസൈസ് എന്ന് പറഞ്ഞാൽ യോഗാസനത്തിൻ്റെ പാട്ടല്ല, ശരി, യോഗ ഉൾപ്പെടുന്നില്ല. നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ജോയിൻസും ഒന്ന് മൂവ് ചെയ്യുക. അപ്പം നമ്മളുടെ പലപ്പോഴും പറ്റുന്ന നമ്മൾ പല ജോയിൻസും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ചില പൊസിഷനിൽ ചിലപ്പോൾ അങ്ങോട്ട് തിരിയോ ഇങ്ങോട്ട് തിരിയോ, അല്ലെങ്കിൽ ചിലപ്പോൾ കാലൊന്നും തെന്നിപ്പോവുകയോ, അങ്ങനെ എല്ലാം ചെയ്യുമ്പോഴും പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാവുകയും ഇത് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ ഉളുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇന്നും നമ്മളുടെ എല്ലാ ജോയിൻസും കുറച്ചുകൂടി നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി ചില സ്റ്റെപ്സാണ്. അപ്പം യോഗയിൽ ഫസ്റ്റ് നിൽക്കുന്നത് തന്നെ നമ്മൾ നേരെ നിൽക്കണം എന്നുള്ളതാണ്. നേരെ നിൽക്കുന്നതെന്നാൽ ഇത് ലെഗ്സ് പാരലായിരിക്കണം. പാരലിന് ഔട്ടർ സൈഡ് പാരലായിരിക്കണം. അപ്പോൾ സാധാരണ നമ്മുടെ ബോഡിയുടെ അത്രയും ഡിസ്റ്റൻസിൽ, അപ്പം ഒരു കാലിൻ്റെ ഒരു 1 ഫീറ്റ്, 1 ഫീറ്റ് അല്ല, മറ്റേ 12 ഇഞ്ച് എന്നുള്ളതല്ല, 1 ഫീറ്റ് ഇത്രയും ഡിസ്റ്റൻസിൽ പാരലായിട്ട് നിൽക്കണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബോഡിയുടെ വെയിറ്റ്, അപ്പോൾ എപ്പോൾ നിൽക്കുമ്പോഴും ബോഡി ഇങ്ങനെ ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കണം. ഞാൻ എക്സസൈസ് ഇത് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന ഒന്നാണ് പെടലി വേദന, അല്ലെങ്കിൽ പെടലി കഴുത്ത്. അപ്പോൾ കഴുത്തിനുള്ള ഒരു എക്സസൈസാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പം കൈ ഇങ്ങനെ പുറകിൽ ശ്വാസം എടുത്ത് കഴിഞ്ഞിട്ട് ശ്വാസം വിടുക. ശ്വാസം എടുത്ത് ഇത് ഒരെണ്ണം ഞാൻ അതുപോലെ തന്നെ സൈഡിലേക്ക് മുകളിലോട്ട്
അപ്പോൾ ഈ എക്സസൈസിനുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കഴുത്തിൽ നിന്നാണ് നമ്മുടെ കൈയെ മറ്റേ കൺട്രോൾ ചെയ്യുന്ന നെർവ് എല്ലാം പോകുന്നത്. അപ്പോൾ ഈ കഴുത്തിൻ്റെ കശേരുകൾ, ഇപ്പം നമ്മളിങ്ങനെ ടി വി കാണാനോ മറ്റങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഈ കശേരുകളുടെ ഇടയ്ക്കുള്ള സ്പേസ് അല്പം കുറഞ്ഞു പോകും. ചിലപ്പോൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇരിക്കും, അപ്പോൾ ആ സൈഡിലേക്ക് ഡിസ്കിൻ്റെ സ്പേസ് അല്പം കുറഞ്ഞു. അപ്പം നമ്മൾ ഈ ശ്വാസം എടുത്ത് കഴിയുമ്പോഴത്തേക്കും പരമാവധി ഇത് വലിച്ച് വരുവാണ്. അപ്പം ഇങ്ങനെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സൈഡിൽ അത് ശരിക്കും വലിച്ചു വരുന്നു. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ സൈഡിലേക്ക് ശരിക്കും വലിച്ചു വരുന്നു. അതുപോലെ തന്നെ സൈഡിലേക്ക് തിരിയുന്നത് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഈ കശേരകൾ തമ്മിലുള്ള അകലം കറക്റ്റായിട്ട് നിൽക്കുന്നതോടുകൂടി ഈ കശേരകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന നെർവ്സ് ഈ കൈ പോലും കൺട്രോൾ ചെയ്യുന്ന അത് വളരെ മോശമായിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്താറുണ്ട്. എൻ്റെ തന്നെ വളരെ മോശമായിട്ടുള്ള അനുഭവമുണ്ട്. ഒരു ദിവസം എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് രാവിലെ തൊട്ട് ബഡ്ജറ്റ് കാണാൻ പറഞ്ഞാൽ ഫുൾ ടൈം ഞാനിരുന്ന് ബഡ്ജറ്റ് കാണുമായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ലീവ് എടുത്ത് ബഡ്ജറ്റ് കാണാമെന്നുള്ളത് എൻ്റെ വർഷങ്ങളായുള്ളൊരു സ്വഭാവമായിരുന്നു. അപ്പോൾ ഞാനൊരു വർഷം ഇങ്ങനെ പകൽ മുഴുവനും ഇരുന്ന് ബഡ്ജറ്റോ അതിൻ്റെ ഡിസ്കഷനോ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ദിവസം മുഴുവനും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ട് കൈയും ഇങ്ങനെ കിടക്കുന്നു. അനങ്ങാൻ കൈ പൊക്കാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ ആകെ പഠിച്ചു. ആദ്യമായിട്ട് ഇങ്ങനെ കൈ തളർന്നു പോയാൽ മറ്റേ രണ്ട് കൈയും അങ്ങനെ തളർന്ന് കിടക്കുന്നു. അപ്പം ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഞാൻ അന്നേരം ചെറുതായിട്ട് എനിക്ക് നെഞ്ചുവേദന തോന്നി. അപ്പോൾ ഉടനെ തന്നെ അവർ ICCUവിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ICCUവിൽ അഡ്മിറ്റ് ചെയ്തത് വേറെ റീസൺ ആയിരുന്നു. ICCUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അപ്പോൾ കാഷ്വാലിറ്റി ഡോക്ടറും അവിടുത്തെ ICCUവിൻ്റെ ചാർജുള്ള ഡോക്ടറുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് മുകളിൽ ആണ് അവരെന്നെ ICCUവിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ട്രീറ്റ്മെൻറ്റും മറ്റേ പ്രൊസീജിയേഴ്സും എല്ലാം എങ്ങനെയായിരുന്നു. ICCUവിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഫുൾ ബെഡിൽ തന്നെയാണ്. ഇനി നമുക്ക് മൂത്രമൊഴിക്കാൻ പോലും എഴുന്നേറ്റ് പോകാൻ പറ്റില്ല, എഴുന്നേറ്റ് വരാൻ. അപ്പം എനിക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാൻ ഇത് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂത്രം പോകില്ല. അങ്ങനെയുള്ള അവസാനം അവർക്ക് ഇത് മാറ്റേണ്ടി വന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഇവർ ഡിസ്കഷൻ ചെയ്യുന്നതെല്ലാം എനിക്ക് മനസ്സിലായി. എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് ഒരു ദിവസം കൊണ്ട് കമ്പൽസറി ഡിസ്ചാർജ് വാങ്ങിച്ച് പുറത്തു വന്നു. കാരണം അവർ ഹൃദയത്തിനുള്ള ഒരു ചികിത്സയും എനിക്കൊന്നും ചെയ്തില്ല. വെറുതെ ഇങ്ങനെ മോണിറ്റർ ഇട്ട് ഇരിക്കുകയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ആകെ ചെയ്തത് ചൂട് പിടിക്കുകയും കഴുത്തിന് ചൂട് പിടിക്കുക, അങ്ങനെ ഏതാനും പെയിൻ ഇല്ലാതിരിക്കാൻ മെഡിക്കേഷൻ ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ പ്രശ്നം ഇതായിരുന്നു. എൻ്റെ ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം വൈകുന്നേരത്തിലൂടെ എൻ്റെ കൈയും ഉയർത്താറായി. ഞാൻ കമ്പൽസറി ഡിസ്ചാർജ് വാങ്ങിച്ച് ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പം ഇതിൻ്റെ കാര്യം ഞാനിങ്ങനെ വെറുതെ TV കണ്ടുകൊണ്ട് മാത്രം എൻ്റെ കൈ ഇങ്ങനെ ആയി. അപ്പോൾ ഇതെല്ലാമാണ് എന്നെ യോഗയിലേക്ക് കൂടുതൽ അടുപ്പിച്ചതും. അതുപോലെ തന്നെ അതിന് മുന്നേ തന്നെ എനിക്ക് യോഗയെ പറ്റി കുറച്ച് നല്ല അഭിപ്രായങ്ങളായിരുന്നു. ഞാൻ ബോംബെയിൽ ഇങ്ങനെ മാർക്കറ്റിംഗ് ആയിരുന്നപ്പോൾ വളരെ കാലമായിട്ട് പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ ചെറിയ ലാപ്ടോപ്പ് ആയിരുന്നില്ല, അല്പം വെയിറ്റുള്ള ലാപ്ടോപ്പൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതും തൂക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പല കസ്റ്റമേഴ്സിൻ്റെ അടുത്തും പോകുക എന്നതിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ലാപ്ടോപ്പ് ഉള്ളവർ വളരെ കുറവാണ്. അപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് കാണിക്കുക, ഇതിൻ്റെ അകത്ത് കുറച്ച് ഓഫ്കോഴ്സ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഡേറ്റയും ഒത്തിരി കാണിച്ചു കൊടുക്കാനും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം വെയിറ്റേജ് കിട്ടും. അതുകൊണ്ട് ഈ ലാപ്ടോപ്പ് കൊണ്ട് പോകുക എന്നുള്ളതിൻ്റെ ഇത് തന്നെ. അപ്പം ഓരോ സ്ഥാപനങ്ങളിൽ ഞാൻ പോകുന്നത്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ റിക്ഷയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയോ, അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഒരു വണ്ടിക്കും പ്രവേശനം ഇല്ലാത്ത സ്ഥലത്തൂടെ നമുക്ക് ചിലപ്പം
ഒരു 1/2 കിലോമീറ്ററോ ഒക്കെ നടക്കേണ്ടി വരും. വലിയ ഫാക്ടറികളിൽ 1/2 കിലോമീറ്ററോ അതിൽ കൂടുതലും പലപ്പോഴും നടക്കേണ്ടി വരും ഗേറ്റിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല പ്രാവശ്യം നടന്ന് സ്ഥിരമായിട്ടും എനിക്ക് നടുവേദന പ്രശ്നമാണ്. ഈ നടുവേദനയ്ക്ക് ഇപ്പോൾ ഡോക്ടറെ അടുത്തേലും ഡോക്ടർ പറയും കുറച്ച് മെഡിസിൻ തരും, ബെഡ് റെസ്റ്റ്, 3 ദിവസത്തേക്ക് ബെഡ് റെസ്റ്റ്, ഇതെല്ലാം. ഇങ്ങനെ പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ വേറൊരു സുഹൃത്ത് ഈ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയി നോക്കി. അവർ ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ശനിയാഴ്ച അവർക്ക് കോമൺ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ഫോം ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പോകാം. ഓക്കെ, അപ്പോൾ ഒരു ടോക്കും ഇതെല്ലാം ഉണ്ട്. ടോക്കെല്ലാം കഴിഞ്ഞിട്ട് എന്തൊക്കെ ആർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോട് അന്നത്തെ ടീച്ചേഴ്സും സംസാരിക്കാം. ഞാനിങ്ങനെ എൻ്റെ ബാക്ക് പെയിൻ, എൻ്റെ നടുവേദനയെ പറ്റി പറഞ്ഞു. അവരവിടെ ഇരുന്നുകൊണ്ട് ഒരു എക്സസൈസ് കാണിച്ചു. ആ എക്സസൈസ് കാണിച്ച് എൻ്റെ നടുവേദന പിന്നെ അതിനുശേഷം ഇതുവരെയായിട്ട് എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല. 35 വയസ്സിനുള്ളിൽ ഞാൻ നടുവേദനയ്ക്ക് 2 ദിവസം 3 ദിവസമൊക്കെ ബെഡ് റെസ്റ്റ് എടുക്കുമായിരുന്നു. അതിനുശേഷം ഈ ചെറിയൊരു എക്സസൈസ് കൊണ്ട് എൻ്റേത് മാറി. അത് വളരെ സിമ്പിളായിട്ട് ഫുൾ യോഗാസന പോലുമല്ല, ഇത്ര മാത്രം അവർ കാണിച്ചു തന്നിരുന്നത്. കാണിക്കാം, ഇത് അതുപോലെ തന്നെ ഈ ഒരു ഇതുകൊണ്ട് മാത്രം എൻ്റെ നടുവേദന ഇത് മാറി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് യോഗയിലുള്ള അത്രയും ഫെയ്ത്ത് ഒരു വിശ്വാസം ഉണ്ടായത്. അങ്ങനെ യോഗയെ പറ്റി കൂടുതൽ പഠിക്കാൻ അവസരം കിട്ടി കഴിഞ്ഞപ്പം അപ്പം ഞാൻ ഇനി എല്ലാവരെയും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പ്രേമാണെങ്കിൽ ഏറ്റവും കൂടുതൽ നടുവേദന, എല്ലാ നടുവേദനയും മാറില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇത് സാധാരണഗതിയിൽ നമ്മളുടെ പോസ്റ്ററിൻ്റെ, എൻ്റെ നടുവേദനേൻ്റെ പോസ്റ്ററിൻ്റെ പ്രശ്നമായിരുന്നു. അതിന് കുറച്ച് ഫ്രണ്ടിലേക്ക് കുനിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ശരിക്കും എക്സാക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിരുന്നില്ല എൻ്റെ പോസ്റ്റർ. ആ പോസ്റ്റർ കൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ വെയിറ്റും കൂടെ ഉണ്ടായിരുന്നപ്പോൾ, വെയിറ്റും കൂടെ ഉള്ളപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും നേരെ ആയിരുന്നില്ല. ആ പോസ്റ്റർ കറക്റ്റ് ചെയ്യാനായിട്ടായിരുന്നു അത് ചെയ്തത്. അപ്പോൾ എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദിവസം ഒരു 5 മിനിറ്റ്, അതെ, അതിൽ കൂടുതൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം മാറി.